എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കാം. വി ക്യാൻ ഹിയർ ഗോഡ്സ് വോയിസ്. ഇത് രണ്ടാമത്തെ സീരീസ് ആണ്, നീതീകരണത്തിൻ്റെ ഫലങ്ങൾ. നമ്മൾ ഇന്നലെ എടുത്തത് ഫെയ്ത്തിനെ പറ്റിയായിരുന്നു. ഫെയ്ത്തായിരുന്നു നീതീകരണത്തിൻ്റെ ഫലങ്ങൾ. ഒന്നാമത്തത് ഫെയ്ത്താണ്. രണ്ടാമത്തത് ഇന്ന് ചിന്തിക്കാം നമുക്ക്. റോമലേഖനം 5:1. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. പീസ്, സമാധാനം. ഈ സമാധാനം ദൈവം തൻ്റെ ജനത്തിന് കൊടുത്ത ആ സമാധാനം മനുഷ്യൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ആ സ്വസ്ഥത ഈ മനുഷ്യൻ നഷ്ടപ്പെടുത്തി കളഞ്ഞത് സ്വർഗത്തിലെ ദൈവം തൻ്റെ പുത്രനെ അയച്ച് ദൈവത്തോടുള്ള ശത്രുതയെ നീക്കിക്കളഞ്ഞ് ദൈവിക സമാധാനം യേശു ക്രിസ്തുവിൽ കൂടെ പരിശുദ്ധാത്മാവ് വഴി ദൈവിക സമാധാനത്തെ പകർന്നു കൊടുത്തു. ഇന്ന് പകൽക്കാലം ഇന്ന് ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതീകരണത്തിനകത്ത് കയറിക്കഴിഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ നീതീകരണത്തിനകത്ത് കയറിയാൽ ദൈവിക സമാധാനം, ഗോഡ്സ് പീസ് നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഈ സമാധാനം നിത്യമാണ്. നീതീകരണത്തിനകത്താക്കിയിരിക്കുന്ന സമാധാനം നിത്യമാണ്. ഈ സമാധാനം സ്വസ്ഥതയും സമാധാനവും തന്ന് നമ്മളെ ആരോഗ്യമായി നടത്തും. ഈ സമാധാനം നമ്മളെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുവാൻ ദൈവം ഇടയാക്കും. ഹല്ലേലൂയ. ഇന്ന് ദൈവിക സമാധാനം നമ്മളെ പിന്തുടരട്ടെ. ദൈവിക സമാധാനം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. വിഷയങ്ങൾ ഒത്തിരിയുണ്ട്, പ്രശ്നങ്ങൾ ഒത്തിരിയുണ്ട്. ജീവിതത്തിൽ സമാധാനം ഇല്ലാതെ കഴിയുന്ന, കടഭാരത്താൽ പ്രശ്നങ്ങളാൽ കഴിയുന്ന ഒത്തിരി ജനമുണ്ട്. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് സ്തോത്രം, ദൈവത്തിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ സ്തോത്രം കുടുംബത്തിലായി തീർന്നാൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ നീതീകരണത്തിനകത്ത് എന്നെയും നിങ്ങളെയും ദൈവം നിർത്തിയിരിക്കുന്നത്. ഒരു വിശ്വാസിക്ക് തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ടാകാം, തെറ്റുകൾ പറ്റാം, പ്രശ്നങ്ങൾ വരാം. പക്ഷെ അതിൻ്റെ ഒക്കെ നടുവിൽ സമാധാനത്തോടെ സോൾവ് ചെയ്യാനാണ് പഠിക്കേണ്ടത്. സ്വസ്ഥതയോടെ ദൈവിക സമാധാനത്തിനകത്ത് നിലനിൽക്കാനാണ് നമ്മൾ ആയിരിക്കേണ്ടത്. എനിക്ക് പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. പക്ഷെ പലപ്പോഴും ഞാൻ എടുത്തു ചാടിയിട്ടുണ്ട്, പലപ്പോഴും എതിർത്ത് നിന്നിട്ടുണ്ട്. പല പ്രശ്നങ്ങൾ ഭൂമിയിൽ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ നാളുകൾ ഒത്തിരി വിഷയങ്ങൾ എതിർക്കേണ്ടതും, പ്രശ്നങ്ങൾ, സമാധാനം കിട്ടാത്ത ചില ഭയങ്കര പ്രശ്നങ്ങൾ എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്യുവാൻ ദൈവാത്മാവിൻ്റെ ദൈവത്തിൻ്റെ സമാധാനം ദൈവാത്മാവിൽ കൂടെ എൻ്റെ അകത്ത് വന്നതുകൊണ്ടാണ് പലയിടത്തും ഞാൻ സൈലൻ്റായിട്ട് സ്വസ്ഥമായിട്ടിരുന്നത്. ബി സൈലൻ്റ് ഇൻ some places. ഹല്ലേലൂയ. ചില സ്ഥലങ്ങളിൽ നമ്മൾ സമാധാനത്തോടെ സ്വസ്ഥതയോടെ സൈലൻ്റായിട്ട് ഇരുന്നാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഇന്നും പലരും എനിക്കെതിരായി നിൽക്കുമ്പോൾ, എൻ്റെ ശുശ്രൂഷയ്ക്ക് എതിരായി നിൽക്കുമ്പോൾ, ഞാൻ ആയിരിക്കുന്ന സ്ഥലത്തും എൻ്റെ ജീവിതത്തിലും ഒക്കെ ഒത്തിരി പേർ പ്രശ്നങ്ങൾ കൊണ്ട് നിറയാൻ നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ നടുവിൽ ദൈവത്തിൻ്റെ സമാധാനം എനിക്ക് സ്വസ്ഥതയും സമാധാനവും ഇതിനെ തരണം ചെയ്യാനുള്ള കൃപയും ഈ സമാധാനം തരും. ഇതെല്ലാം നീതീകരണത്തിനകത്തൂടെ നമുക്ക് ലഭിക്കുന്നത്. ദൈവിക സമാധാനം നീതീകരണത്തിൻ്റെ ഫലത്തിൽ രണ്ടാമത്തേതാണ്. ഹല്ലേലൂയ. ഈ സമാധാനത്തോടെ നിങ്ങൾ മുന്നോട്ട് നയിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഇന്ന് ഞാൻ ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരിക. നമ്മൾ ഇതിൻ്റെ സമാധാനം എന്ന് പറയുന്ന ഈ സീരീസിൻ്റെ അവസാനത്തെ അതിനകത്തോട്ട് വരിക. ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇന്നെന്നെ കേട്ടോണ്ടിരിക്കുന്നവർ
ദൈവിക സമാധാനത്താൽ നിഷ്കളങ്കതയോടായിത്തീരട്ടെ. ദൈവിക സമാധാനം നിങ്ങളുടെ ജീവിതത്തിലായിത്തീരട്ടെ. ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല ദൈവമേ, പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ദൈവിക സമാധാനത്താൽ ഈ കേൾക്കുന്നവരെ നിറയ്ക്കണമേ. ദൈവത്തിൻ്റെ നീതീകരണത്തിനകത്തുള്ള ഈ ഫലത്തിൽ ആമേൻ ഇവർ നിറയപ്പെടട്ടെ. ഇവരുടെ ജീവിതത്തിൽ സമാധാനം, സ്വസ്ഥത ആകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.